Hello, Namaste, Eid Mubarak, and welcome back to Out on Trip. ഇന്ന് ഒന്നിനും വയ്യാണ്ടിരിക്കണേണ്. തലവേദന, പല്ലുവേദന, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് ഭയങ്കര അടക്കമൊതുക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു അണ്ടർ റേറ്റഡ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാം. പിന്നെന്താണ്, ഞങ്ങളുടെ ലൈഫിലെ മറക്കാനാവാത്തൊരു സ്ഥലമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന കൊച്ചരിക്കൽ കേവിലേക്കാണ്. അപ്പോൾ നല്ല ചൂട്, രാവിലെ ട്രിപ്പിന് ഇറങ്ങാതിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, വീട്ടിലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. ഇറങ്ങിയ നട്ടുച്ച വെയിലത്ത്. ഇപ്പോൾ സമയം 3 മണി, നല്ല ചൂട്. ഒരേ കരിക്ക് വരെ ചൂട്, അമ്മാതിരി ചൂട്. അതെ, ഇപ്പൊ കരിക്കും ചൂട് കൊള്ളാം. അപ്പൊ എന്തായാലും നമുക്ക് പയ്യെ കൊച്ചരികളിലേക്ക് വിടാം. ഞങ്ങളങ്ങനെ കൊച്ചരിക്കൽ കേവിൻ്റെ മുമ്പിലെത്തി. ഇതേ വണ്ടിയുടെ പാർക്ക് ചെയ്തു. ഡാഡറ വണ്ടി കൊണ്ടാണ് ഇറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഈ കടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കടയൊക്കെ ക്ലോസ്ഡ്. പിന്നെ എന്താണ്, പുതിയൊരു ബാത്റൂം ഫെസിലിറ്റി വന്നിട്ടുണ്ട്. പണി നടക്കുന്നേ ഉള്ളു. ഇതേ പാർക്ക് കൊച്ചി മരത്തിലെന്തോ കണ്ടുപിടിക്കാൻ വേണ്ടി പോയങ്ങനെ. സൂപ്പർ മരം ഇത്. ഇലകളെല്ലാം ഉണങ്ങി, പക്ഷേ നല്ല രസമുണ്ട്. എന്താണ് അത് ഉണങ്ങി കിടക്കണമെന്ന്, മരമൊക്കെ ഉണങ്ങി കിടക്കണം. ഇനി ഉണങ്ങി വീഴോ, നിങ്ങൾ പോര്. എന്നാ വാ. ശരിയാണ്ട് ഇതിനുള്ളിൽ ഹോളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഹ പോലെ അകത്ത് ഫുള്ള് പൊള്ളയിട്ടിരിക്കുന്ന മരം. ഏത് അടുത്ത മഴയിൽ ഈ മരം നിലത്തായിരിക്കും തോന്നുന്നു. ഉള്ളു ഫുള്ള് പൊള്ള. കണ്ടുപിടിക്കാൻ വേണോ? വാ, കുഴപ്പമില്ല, വാ. ₹20 പാസ് ഉണ്ട് ഇവിടെ. ഏത് ഇവിടെ ഇപ്പൊ മഴ ഉള്ള സമയത്ത് മാത്രമേ ഇവിടെ പാസും കാര്യങ്ങളൊക്കെ ഉള്ളു. അല്ലെങ്കിൽ നോ പാസ്. This is the cave. പക്ഷേ ഇവിടെ വെള്ളമൊന്നുമില്ല കേട്ടാ. പോയിക്കോ. തല്ലേം കുത്തി വീണാൽ വയറിലാകാം. എങ്ങനെയുണ്ട്? നിരങ്ങിപ്പോ. ഇപ്പൊ അവൾക്ക് പല്ലുവേദനയില്ല, തലവേദനയില്ല, ഒന്നുമില്ല. കണ്ട, ഇന്നും ഒരു കുരുത്തക്കേടും ഉണ്ടാവൂല, അടങ്ങി ഒതുങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ ആള് നിരങ്ങി പോണോക്കി. അറ്റത്തേക്കോ, കണ്ട അതിലേക്ക് കൂടി ഇറങ്ങിയോ? പിന്നെ നോക്കി പോട്ടാ. എന്താണ് ആ
ഇല്ലല്ലോ ഒന്നുമില്ല. വയറിങ് ഇപ്പൊ പറഞ്ഞാൽ ചേച്ചി മേടിക്കും. സേഫായാ? ആ നിന്റെ പുറകെ കൂടി 2 വവ്വാലുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെ വവ്വാലുണ്ട്. അതാണ് അവിടെ വെച്ച് പറഞ്ഞെങ്കിൽ നീ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കും. അത് ഞാൻ മിണ്ടാണ്ട് അവിടെ എത്തിയിട്ട് പറയാന്ന് വിചാരിച്ചത്. ആ അതാണ് ഞാൻ സേഫായാന്ന് ചോദിച്ചത്. ഇങ്ങോട്ട് ഇറങ്ങണ്ട, അതിലേ വന്നാൽ മതി. ബിക്കോസ് ഇത് ഈ വെള്ളം അവർ കുടിക്കാൻ യൂസ് ചെയ്യുന്ന ഇവിടുത്തെ ആളുകൾ. പക്ഷെ മീനുണ്ടല്ലോ അതേ. ഏത് ഈ കിണറാ? ഓക്കെ. കുടിവെള്ളം മലിനമാക്കരുത്. നമുക്ക് നമ്മുടെ മെയിൻ ഗുഹയിൽ കയറാം. വൈബ് പിടിക്കണ്ട വാ. ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ അവിടെ ഒറ്റയ്ക്കിരുന്ന് വൈബ് പിടിക്കാനാ? ഇറങ്ങി വാ ഇങ്ങോട്ട്. നന്നോ നമുക്ക് അവിടെ പോയി വൈബ് പിടിക്കവാ. മൊത്തം ഗുഹേ? അതെ, ഈ കാട് മുഴുവൻ ജംഗിളാണ് അല്ലേ? ആ എന്നാ ഇങ്ങനെ ഗുഹയിലോട്ട് വരണല്ലേ? This is the main guha, the Kocherigal cave. ഞങ്ങള് ആ കാണിക്ക്. ആ അതെ, നിനക്ക് മാത്രമുള്ള വഴിയല്ലേ ഇത്? സ്ഥിരം ഇങ്ങനെ തന്നെ ആൾക്കാർ കയറണത്. നമ്മളന്ന് കയറിയത് ഇങ്ങനെ തന്നെ. യെസ് കൊള്ളാം. ഇനി ഞാനങ്ങോട്ട് വരാം. ഞാൻ ചെരുപ്പ് ഊരിയിട്ടില്ല. തലയും കുത്തി വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നീ വിചാരിക്കണ്ട. ആക്ച്വലി ഞാനൊരു 10 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് കൊണ്ട് മുകളിലോട്ട് കയറാൻ പറ്റും. അതിന്റെ അഹങ്കാരല്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് ആ ഗുഹ. അറിയാത്തൊരു കുറവായിരിക്കും, പക്ഷെ വരാത്തൊരു കുറേ ഉണ്ട്. ഇത്ര അടുത്ത് ഇങ്ങനെ ഗുഹ ഉണ്ടായിട്ടും. അതെ അതെ. നമ്മളിവിടെ തിരക്കൊക്കെ വിചാരിച്ചാണ് വന്നത്. റംസാനൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ആകെ വിരലിലുണ്ടാവുന്ന കുറച്ച് കപ്പിൾസ് മാത്രമേ ഉള്ളൂ. ഇവിടെ മഴ സീസണിലാണ് ആൾക്കാരുടെ വരവ്. കാരണം ഈ ഗുഹയുടെ നേരെ താഴത്തൊരു ചെറിയൊരു കുളം പോലെ ഉണ്ട്. അവിടെ കുളിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ക്ലീനല്ല, മഴ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ടിക്കറ്റ് എൻട്രിയും ഉള്ളു. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് ഈ ഏരിയയിൽ വെള്ളം കിട്ടാനൊരു കട പോലും ഇല്ല. അതെ, ഓർമ്മ പുതുക്കാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പിംഗ് കാർഡ് തന്നെ ആക്കി. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഞങ്ങൾക്കിത്. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് നേരെയുള്ള ആദ്യത്തെ ട്രിപ്പിംഗ് കാർഡ് ആക്കിയത്. പിന്നെന്താണ്, വരുന്നവര് എന്തായാലും ഗുഹയിൽ കേറിയിട്ട് അതെ ഈ വേരിൽ ഇരുന്ന് കുറച്ചു നേരം അതെ ആ കാഴ്ച പുറത്തേക്ക് ദൂരെ നോക്കി കാണണം. നമ്മൾ ഭരിക്കുന്ന പോലെ ഫീൽ എനിക്കത് കിട്ടാറുണ്ട്. എല്ലാവർക്കും കിട്ടുന്നല്ലോ, ഓരോരുത്തർക്കും ഓരോ ഫീൽ. അതെ, അവരവരുടെ വൈബ് എടുക്കുക. അതെ, എന്തായാലും ഇവിടെ വന്ന് ഇരുന്നൊന്ന് വൈബ് പിടിക്കണം. മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ എന്തായാലും. അതെ, മഴ സമയത്താണ് വരേണ്ടത്. അന്ന് ഞങ്ങള് വന്ന സമയത്ത് പോലെ പെട്ടെന്നൊരു മഴ പെയ്തപ്പോഴേക്കും. അതെ, വന്ന വഴിക്ക് ചെറിയൊരു മഴ പെയ്തായിരുന്നു, ചെറിയൊരു പൊടി മഴ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു 10-20 സെന്റ് കഴിഞ്ഞപ്പോഴേക്കാണ്. 3ാമത്തെ തവണയാണ് വരുന്നത്. ഓക്കെ, അതെ, ദിസ് ഈസ് ദ ഡേ. ഫസ്റ്റ് ടൈം വന്നു മഴ കിട്ടി, നമ്മുടെ കയറി. സെക്കൻഡ് ടൈം നമ്മൾ കുളിക്കാൻ ഇറങ്ങി. ദിസ് ഈസ് ദ തേർഡ് ടൈം. ഓക്കെ,
അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്ന് വൈബൊക്കെ പിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ഞാൻ ആ കുളമൊക്കെ കാണിച്ചു തരാം. ചെരിപ്പൂരിക്കോ സ്ലിപ്പാവും. ഇവിടെ ചവിട്ട്. ഇവിടെ ഒരു ഹോൾ പോലെ ഉണ്ട്. ഇപ്പൊ കൈ പിടിച്ചേക്കണ അവിടെ. ആ അവിടെ തന്നെ അതിൽ ചവിട്ട്. ആ ഇനി കൈതാ വലത്തെ കൈ അതാ. ആ ഇടത്തെ കൈ മതി. ആ ഊരി ആ ഇപ്പുറത്തെ ഹോളിൽ ചവിട്ട്. അത് തന്നെ ഇതാ ഇതാ. കുഴപ്പമില്ല. അവിടെ ചവിട്ട്. അത് തന്നെ. ഓക്കെ ചെറുതെന്തിയെ വരുന്നില്ലേ? ആയി ജോജു വന്നില്ലേ? കേറ എങ്ങനെയുണ്ട് ഗുഹ? അടുത്ത ആള് വടി. നമ്മ കേട്ടി. ഇത് പറന്ന് കേറി. പറന്ന് കേറി. സെൽഫി ടൈം. ഹോളുണ്ടോ? അത് തന്നെ. ഇതാ ഓക്കെ. സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. അഡ്വഞ്ചർ സ്പോട്ടാണ്. വഴിയില്ലാത്ത വഴിയിലൂടെ കുറച്ച് നടന്നിറങ്ങാനുണ്ട്. നമുക്ക് വഴി അറിയാൻ പറഞ്ഞിട്ടാണോ? ഇപ്പുറത്താണ് വഴി. അവരെവിടെയാണ് തമ്മണത്? ഇതിലെ കുടിപ്പിക്കഴിഞ്ഞാൽ അവിടെ ഒരു തൊള്ളയല്ലേ. അങ്ങനെ ഇവിടെയാണ് അവർ തിരിച്ചു കയറിപ്പോയാൽ ഇല്ല, അവിടെ ഇവിടെ സ്റ്റക്കായി നിൽപ്പുണ്ട്. ഇവിടെയാണ് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോഴല്ല, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് ക്ലിയർ ആകും. ഈ കല്ലിൻ്റെ മേളിലൊരു വെള്ളം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കല്ലിൻ്റെ മേളിലൊരു വെള്ളം ഉണ്ടായിരുന്നു. നല്ല രസമാണ് ഇവിടെ. ദേ പാർക്കുട്ടി നടന്ന് പോണേണല്ലോ.
പഴയ ഓർമ്മകൾ അയവർക്കാൻ വേണ്ടി വന്നാണ്. അഖില മാം എവിടെ പോണേ? ആ ആ ആ ഞാൻ അവിടെ തെന്നി വീണോട്ടാ. ഇവിടെ വെള്ളമൊക്കെ ഒന്ന് നിറഞ്ഞ് വെള്ളമൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ കുളിക്കാൻ. കുളിക്കാനെന്ന് നീന്തൽ അറിയാവുന്നവർ മാത്രം വെള്ളം പൊന്തി കഴിയുമ്പോൾ കുളിക്കാൻ ഇറങ്ങുക. അല്ലാത്ത പക്ഷം ആരെങ്കിലും കൂടെ വേണം നീന്തൽ അറിയാവുന്നത്, അല്ലാതെ ഒരിക്കലും ഇറങ്ങരുത്. പാറുക്കുട്ടി അവിടെ റീലെടുത്ത് കളിക്കുകയാണ്. ഭയങ്കര വീഡിയോഗ്രാഫി കണ്ട, പല ആംഗിളിൽ പല പോസുകളിൽ. വെള്ളത്തിൽ വീഴാണ്ടിരുന്നാൽ മതി, ക്യാമറയെ നോക്കി നടന്നിട്ട്. ദേ വെള്ളം. ഇവിടെ നിന്ന് ദേ റബ്ബർ തോട്ടത്തിനുള്ളോട്ട് ഒരു ചെറിയൊരു വഴി. ചുമ്മാ നടന്നു നോക്കാം എങ്ങോട്ടാണ് ലീഡ് ചെയ്യണമെന്നോ. അതാ മരത്തിലേക്കാണ്. ആ കാട്ടിലൂടെ ഉണ്ടോ പാമ്പിന്റെ സ്കിന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ റിസ്ക് എടുക്കണ്ട. അത് കറങ്ങി അപ്പുറത്തെ പറമ്പിലെത്തി. ഇങ്ങ വന്നേ, മതി. കം ബാക്ക്. നമ്മളങ്ങനെ തിരിച്ചു പോകുന്നു. പ്രതീക്ഷ അത്രയും ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. പബ്ലിക് ഹോളിഡേ ആണെങ്കിലും വെള്ളമില്ലാത്തതുകൊണ്ട് ഇവിടെ ക്രൗഡില്ല. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ലായിരുന്നു. ആ മരമാണ് ഈ മരം. അതെ, ആ മരത്തിന്റെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് കുരുവി മരത്തിനോട് മണ്ടലാക്കും. അത് തന്നെ. ഇത് മറ്റേ പറയൂലേ, ഇന്ത്യയിൽ നിന്ന് തുറന്നു വരുന്ന നമുക്ക് അമേരിക്ക എത്താന്ന്. അതേ പോലത്തെ ഒരു കഥയാണ്. കഴിഞ്ഞാ മുഖ കഴുകി ഒരു കുളിയും കൂടി ആയാലോ? ആ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ആ ആ ഇപ്പൊ വീണാന് ജസ്റ്റ് മിസ്. ജോ പല്ലുവേന അതാണ് മിണ്ടാൻ പറ്റാത്തത്. ഓക്കെ. അങ്ങനെ കൊച്ചിരീക്കലിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ കൊച്ചിരീക്കലിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. പക്ഷെ കൊച്ചിരീക്കലിൻ്റെ ഭംഗി ഈ വീഡിയോയിൽ ജഡ്ജ് ചെയ്യരുത്. മഴക്കാലത്ത് വരണം, നല്ല വെള്ളവും ക്ലിയർ വെള്ളമൊക്കെ ഉള്ള സമയത്ത് വരണം. അപ്പോഴാണ് കൊച്ചിരീക്കലിൻ്റെ യഥാർത്ഥ ഭംഗി. നമ്മൾ 3:30 എത്തി. എത്ര മണിയായി? 5:30. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് മതി. ഒരു മഴ സമയത്തൊക്കെ വന്നിട്ട് ആ ടീവിൻ്റെ ഉള്ളിൽ നിന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. അതെ, മഴയത്തൊരു കുളി, പിന്നെ വെള്ളത്തിലിറങ്ങിയൊരു കുളി, അത് കഴിഞ്ഞ് കേവിൽ കുറച്ച് പേര് ഇരിക്കണം. പക്ഷേ ഇവിടെ നാട്ടുകാർ സമ്മതിക്കില്ല ക്യാമ്പ് ഫയർ എന്ന് പറയാനായിട്ട്. ഗുഹയുടെ ഉള്ളിൽ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടൊരു മഴയത്തതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ പൊള്ളി വൈബായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. അപ്പോൾ കൊച്ചിരിക്കൽ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ശംഭോ മഹാദേവ.